السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولكل أمة جعلنا منسكا ليذكروا اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فله أسلموا وبشر المخبتين. وقال نبينا وحبيبنا وسيدنا محمد صلى الله عليه وسلم: إن الله كتب الإحسان على كل شيء فإذا قتلتم فأحسنوا القتلة وإذا ذبحتم فأحسنوا الذبح وليحد أحدكم شفرته وليرح ذبيحته. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അനുഗ്രഹീതമായ ജുമുഅ ദിവസം നാം നിലകൊള്ളുന്ന പരിപാവനമായ വിശുദ്ധമായ ഹജ്ജിന്റെ ദിവസങ്ങൾ ഒക്കെയും സ്വീകരിക്കപ്പെടുന്ന സജ്ജനങ്ങളോടൊപ്പം അല്ലാഹു നമ്മയും കബൂൽ ചെയ്യുമാറാകട്ടെ. ലക്ഷോപലക്ഷം വരുന്ന ഹാജിമാർക്ക്, ഹജ്ജുമ്മമാർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകപ്പെടുന്ന ദിനരാത്രങ്ങളിൽ അവരെ യാത്രയാക്കാനെങ്കിലും അവരോടൊപ്പം സംബന്ധിക്കാനെങ്കിലും സംബന്ധിച്ച നമുക്കും അല്ലാഹു ആ മഗ്ഫിറത്തിൽ പങ്കു നൽകുമാറാകട്ടെ. വരും വർഷത്തിൽ എത്രയും വേഗം തന്നെ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മയും ആ പുണ്യമായ ഭവനത്തിൽ എത്തിക്കുമാറാകട്ടെ. അതിനുവേണ്ട ഒരുക്കങ്ങളും തയ്യാറെടുപ്പും സൗകര്യങ്ങളും ഒക്കെ നമുക്ക് അല്ലാഹു അനുകൂലമാക്കി തരട്ടെ. നാം ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇതേവരെ സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളെയും അപരാധങ്ങളെയും നാഥനായ റബ്ബ് അവന്റെ മഹൽ ഫദ്ല് കൊണ്ട് പുറത്തു മാപ്പാക്കി തരട്ടെ. ശേഷിക്കുന്ന അവസാന നിമിഷം വരെയും പരിപൂർണമായും റഹ്മാനായ റബ്ബിനെ വഴിപ്പെട്ട് താഴ്ത്തു ചെയ്ത് ജീവിക്കാൻ അല്ലാഹു അവസരം നൽകട്ടെ. നമ്മുടെ വേണ്ടപ്പെട്ടവരായ ഈ ദിവസം വരെയും മരണപ്പെട്ട മുഴുവൻ ഖബറാളികൾക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, സ്വർഗം നസീബാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, വർഷത്തിൽ നോമ്പ് ഹറാമായ 5 ദിവസങ്ങളിൽ ഒന്നിലാണ് നാം ഉള്ളത്. നാം അറിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എല്ലാ ദിവസവും നോമ്പ് ജായിസല്ല. വർഷത്തിൽ 5 ദിവസങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഈ ദിവസങ്ങൾ നോമ്പ് പിടിക്കാൻ പാടില്ല. അതിലൊന്ന് പുണ്യമായ പരിശുദ്ധ റമദാനിന്റെ സമാപനത്തിലും 4 ദിവസങ്ങൾ നാം നിലകൊള്ളുന്ന ദിവസം ഉൾപ്പെടെയുള്ള ദിവസങ്ങളിലുമാണ്. അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളെന്നാണ് നാം നിലകൊള്ളുന്ന ദിവസങ്ങൾക്ക് പറയപ്പെടുക. തശ്രീഖ് എന്ന് പറഞ്ഞാൽ മാംസം വെയിലത്ത് വെച്ച് ഉണക്കുക, സൂര്യപ്രകാശത്തിൽ ഉണക്കുക എന്നതാണ് തശ്രീഖ് എന്ന പദത്തിന്റെ അർത്ഥം. വെയിലത്ത് മാംസം ഉണക്കുന്ന ദിവസങ്ങൾ എന്ന് ഇതിന് പേര് വെക്കപ്പെടാനുള്ള കാരണം ഹജ്ജ് കർമ്മത്തിന്റെ സമാപനത്തിലെ പ്രധാന അമലുകളിൽ ഒന്നായ ബലികർമ്മം, ഉളുഹിയ്യ കർമ്മം ഹാജിമാർ മിനയുടെ താഴ്വരയിൽ നിർവഹിച്ച്
അതിൽ നിന്നും യൻഷുറൂനഹ, ആ ഹാജിമാർ ആ ഉലുഹിയ്യത്തിന്റെ മാംസം സാധുക്കളിലേക്ക് വിതരണം ചെയ്യപ്പെടുകയും അത് കിട്ടുന്ന ആളുകൾ അന്നത്തെ ആവശ്യം കഴിഞ്ഞ് വീണ്ടും ഭാവിയിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി അക്കാലഘട്ടത്തിലെയും എന്നത്തെയും ശാസ്ത്രീയ രീതിയാകുന്ന വെയിലിൽ ഉണക്കി ശുദ്ധീകരിച്ച് സൂക്ഷിച്ചു വെക്കുവാൻ വേണ്ടി സമയം ചിലവഴിച്ച് പടച്ചറപ്പിനെ ശുക്ർ ചെയ്തുകൊണ്ട് കഴിയുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ഈ ദിവസങ്ങൾ 4 ദിവസങ്ങൾ തുടർച്ചയായിട്ട് ചേർന്നു വരുന്നതാണ്. ഈ ദിവസങ്ങളിലാണ് ഉലുഹിയ്യത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം. ഒന്ന്, കഴിഞ്ഞ ദിവസം നമുക്ക് കഴിഞ്ഞുപോയ ഈദുൽ അദ്ഹ എന്ന ബലി പെരുന്നാളിന്റെ ദിവസം. നമസ്കാരം കഴിഞ്ഞത് മുതൽ തുടങ്ങും. അതിന്റെ അവസാന സമയം ഇനി വരാൻ പോകുന്ന 3-ാമത്തെ ദിവസം, അതായത് ഇന്ന്, നാളെ, മറ്റന്നാൾ. ആരോ പറയുന്നത് കേട്ടു മറ്റന്നാൾ ഇല്ല നാളെ വരെയുള്ളൂ എന്ന്. അയ്യാമു തശ്രീഖ് എന്നത് 3 ദിവസമാണ്. മൊത്തത്തിൽ 4 ദിവസമാണ് ഉലുഹിയ്യ. അതിലേറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായ സമയം പെരുന്നാളിന്റെ നമസ്കാരം കഴിഞ്ഞത് മുതൽ. അതിനുശേഷം സൗകര്യാർത്ഥവും എന്തെങ്കിലും ആവശ്യങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ ഉലുഹിയ്യ നിർവഹിക്കാം. നമ്മുടെയൊക്കെ നാടുകളിലെ സൗകര്യം, അറവുകാരെയും അതിനെ ഒരുക്കി തരേണ്ട ആളുകളുടെയും ലഭ്യതയൊക്കെ മാനിച്ചുകൊണ്ട് ഓരോരുത്തരും സൗകര്യപ്രദമായി ഇന്നലെ നിർവഹിച്ചവരുണ്ട്, ഇന്ന് പ്രഭാതത്തിൽ, ഇനി ജുമാ കഴിഞ്ഞ് നാളെ രാവിലെ ഒക്കെ നിർവഹിക്കുന്നവരുണ്ട്. ഈ ദിവസങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന ബലികർമ്മം ആട്, മാട്, ഒട്ടകങ്ങളെ അറുത്ത് രക്തമൊഴുക്കി അതിന്റെ മാംസം വിതരണം ചെയ്യുന്നതിനും അതിൽ നിന്നും ആരാധനയായി ഭക്ഷിക്കുന്നതും ശ്രേഷ്ഠമായ ഇബാദത്താണ് എന്ന് വിശുദ്ധ ഖുർആനും പരിപാവനമായ പരിശുദ്ധ ദീനും നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്നും ഇന്നലകളിലായി നടക്കുന്ന ബലി കർമ്മത്തെക്കുറിച്ച് പറയാനും അതിന്റെ ചർച്ചകൾക്കും വേണ്ടിയിട്ട് ഏറ്റവും ഇതെല്ലാം ചെന്ന് നിൽക്കുന്ന ഇതിന്റെ ചർച്ചകളൊക്കെ കേന്ദ്രീകരിക്കുന്ന ഹജ്ജ് കർമ്മം. ആ ഹജ്ജ് കർമ്മത്തെക്കുറിച്ച് പറയാൻ വേണ്ടി തന്നെ ഒരു അധ്യായം തന്നെ അല്ലാഹു റബ്ബുൽ ആലമീൻ അവതരിപ്പിച്ചു. അതിന്റെ 26 മുതൽ 40 വരെ ഏകദേശം വരുന്ന ആയത്തുകളുടെ പ്രധാന പ്രമേയവും ചർച്ചയും ഈ ഹജ്ജ് കർമ്മമാണ്. ആ ഹജ്ജ് കർമ്മത്തിന്റെ സമാപനത്തിലെ ശ്രദ്ധിക്കപ്പെടുന്ന കർമ്മമാകുന്ന ഉലുഹിയ്യ കർമ്മമാണ്. ഈ ഉലുഹിയ്യ കർമ്മം ശ്രേഷ്ഠമായ ഇബാദത്താണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ചരിത്രം ഇന്നേ വരെ കണ്ട മാനവകുലത്തിലെ മഹാരഥന്മാരായ പ്രവാചക പരമ്പരയിൽ ശ്രേഷ്ഠരായ പ്രവാചകരിൽ ഒരാളായ ഖലീലുല്ലാഹി ഇബ്രാഹിം. ഖലീലി എന്നാൽ സന്തത സഹചാരി, ഏറ്റവും സ്നേഹിതൻ, അടുത്ത കൂട്ടുകാരൻ എന്നൊക്കെയാണ് അർത്ഥം. മഹാനായ ഇബ്രാഹിം നബിയെ അല്ലാഹു റബ്ബുൽ ആലമീൻ വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം നബിയെ അല്ലാഹു ഖലീലാക്കി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഖലീൽ എന്നാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ എന്നാണ്. ആ കൂട്ടുകാരനായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചരിത്രം പരിശോധിച്ചാൽ ഇന്നേക്ക് 4000 വർഷങ്ങൾക്കപ്പുറമാണ് വന്നുപോയത്. ചരിത്രം പറയുന്നത് പ്രകാരം BC 2324-നും 1850-നും ഇടയിൽ താമസിച്ച ഇറാഖ് പ്രദേശത്തും പിന്നീട് ഷാം പ്രദേശത്തുമായി ദീനീ പ്രബോധനത്തിൽ വ്യാപൃതനായി അതിന്റെ പേരിൽ ഒരുപാട് ത്യാഗം അനുഭവിച്ച മഹാനായ പ്രവാചകനാണ് ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ പ്രവാചകരുടെ ജീവിതം, കുടുംബവും ഒക്കെ ത്യാഗത്തിന്റെ തീച്ചൂളയിലൂടെ കാരുണ്യവാനായ റബ്ബ് കൊണ്ടുപോയവരാണ്. ആ പരീക്ഷണങ്ങളെയെല്ലാം അതിജയിച്ച് കഴിഞ്ഞപ്പോഴാണ് പിൽക്കാലത്ത് ലോകാവസാനം വരെ വരുന്ന മുഴുവൻ മാനവകുലത്തിനും മനുഷ്യ സമൂഹത്തിനും മതങ്ങൾക്കുമൊക്കെ പിതാവായി അദ്ദേഹം സമൂഹ മധ്യത്തിൽ വ്യക്തമാക്കപ്പെടുന്നത്. കഴിഞ്ഞുപോയ എല്ലാ മതവിഭാഗങ്ങളും, ഇന്ന് ലോകത്തുള്ള പ്രബലമായ മതവിഭാഗങ്ങളെല്ലാം, സെമിറ്റിക് മതങ്ങളെന്ന് പറയുന്ന മതങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്നത്, ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഹസ്രത്ത് ഇബ്രാഹിം നബിയിലേക്കാണ്. നമുക്കിടയിൽ ജീവിക്കുന്ന ന്യൂനപക്ഷമാണെങ്കിലും സമൂഹത്തിൽ പ്രബലരായി കരുതപ്പെടുന്ന ബ്രാഹ്മണ വിഭാഗത്തിന്റെ പൂണൂല് പോലും അദ്ദേഹവുമായിട്ടൊക്കെ ചേർത്തുകൊണ്ട് അവർ ചരിത്രം പറയാറുണ്ട്. അബ്രഹാം എന്നും ബ്രാഹ്മിക് എന്നും ബ്രാഹ്മണം എന്നൊക്കെ പറയുന്നതെല്ലാം ഇബ്രാഹിമീയത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് എന്നാണ് ചരിത്രം പരതുമ്പോൾ മനസ്സിലാവുക. അതിനുശേഷം വന്ന മഹാരഥന്മാരായ പ്രവാചകന്മാർ, ആ പരമ്പരയിൽ ശ്രദ്ധേയനായ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവരുടെ ജനതയായ യഹൂദികൾ, പിന്നീട് വന്ന ഈസ നബി, അവരുടെ ജനതയായ നസാറാക്കൾ,
ഇങ്ങനെ പിന്നീട് ലോകം കണ്ട പ്രബലരായ മതവിശ്വാസ വിഭാഗങ്ങളെല്ലാം ഐക്യകണ്ഠേന അംഗീകരിക്കുന്ന മഹാനായ വ്യക്തിത്വമാണ് ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ പ്രവാചകൻ അത്രമാത്രം അംഗീകരിക്കപ്പെടാനും മാത്രം മാനവകുലത്തിന്റെ മുമ്പിൽ വ്യക്തമാക്കിയ കൃത്യമായ ഒരു ശരിയുടെ വഴിയുണ്ട്. ആ വഴിയാണ് മില്ലത്തെ ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ മില്ലത്ത് മാതൃകാപരമായ പാത. ആ മാതൃകയെ പാതയെ നിങ്ങൾ പിന്തുടരുക എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ ഇബ്രാഹിം നബിയുടെ പരിശ്രമ ഫലമാണ്, അദ്ദേഹത്തിന്റെ ത്യാഗമാണ് ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ലക്ഷോപലക്ഷം വരുന്ന ഹാജിമാർ പോയി ഒരുമിച്ച് കൂടി സംഗമിക്കുന്ന അതിന് കാരണമായ, ആ വിളിക്കുത്തരം നൽകപ്പെടുന്നതിനൊക്കെ ഹേതുവായി മാറിയ പരിശുദ്ധ കഅബ ശരീഫിന്റെ പുനർനിർമ്മാണത്തിന് കാരണമൊരുങ്ങിയത് ഇബ്രാഹിം നബിയിലൂടെയാണ്. ചരിത്രത്തിൽ ഒന്നാമതായി ഭൂലോകത്ത് ആദ്യമായി സൃഷ്ടാവായ റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്യുവാൻ സ്ഥാപിതമായ പരിശുദ്ധ കഅബാലയം. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹിം. ഈ ഭൂലോകത്ത് സൃഷ്ടാവായ റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യുവാൻ, അള്ളാഹുവിനെ ആരാധിക്കുവാൻ, പടച്ച റബ്ബിനെ മനസ്സിലാക്കുവാൻ സ്ഥാപിതമായ ഭൂമിയിലെ ഒന്നാമത്തെ ഭവനമേ പരിശുദ്ധ കഅബ ശരീഫ്. ആ കഅബ ശരീഫിനെ പറഞ്ഞ ഉടനെ കാരുണ്യവാനായ റബ്ബ് പറഞ്ഞു, ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹിം. അതിൽ വ്യക്തമായ കുറെ ദൃഷ്ടാന്തങ്ങളുണ്ട്, കുറെ അടയാളങ്ങളുണ്ട്. കാണുന്നവർക്ക് പഠിക്കാൻ ഒരുപാട് പാഠമുണ്ട്. അതിലെടുത്തു പറയേണ്ടതാണ് മഖാമു ഇബ്രാഹിം. ഇബ്രാഹിം എന്ന മഹാനായ പ്രവാചക ശ്രേഷ്ഠരുടെ കാൽപാദം. ആ കാൽപാദം പതിഞ്ഞ മനോഹരമായ പാറക്കല്ല്, കരിങ്കല്ലിനെ ചില്ലുകൂടിന്റെ ഉള്ളിൽ സ്വർണം കൊണ്ട് ചുറ്റപ്പെട്ട കൂടിന്റെ ഉള്ളിലായി മനോഹരമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതായാതും ബയ്യിനാത്താണ്, അത് വ്യക്തമായ ദൃഷ്ടാന്തമാണ്. ചരിത്രം പരതിയാൽ കഅബാലയത്തിന്റെ തുടക്കം മുതൽ ഇന്നേ വരെയുള്ള ചരിത്രത്തിലെ ജൈത്രയാത്രയിൽ കഅബാലയം കടന്നു പോകുമ്പോ പരിശുദ്ധ കഅബ ശരീഫ് ജനങ്ങളുടെ പ്രത്യക്ഷ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞുപോയ ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താൽക്കാലികമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്, ചെറിയ തോതിലുള്ള കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 73 വർഷക്കാലത്തോളം ആ പരിശുദ്ധമായ കഅബ ശരീഫിൽ ഹജറുൽ അസ്വദ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ തവാഫ് ചെയ്യേണ്ട അവസ്ഥ പോലും വിശ്വാസികൾക്കുണ്ടായിട്ടുണ്ട്. ഈ കാലയളവിലൊക്കെ, ഈ കാലഘട്ടങ്ങളെല്ലാം കടന്നു പോകുമ്പോഴും മലഞ്ചെരുവിലൂടെ, മക്കയുടെ മലഞ്ചെരുവിലൂടെ ഒലിച്ചിറങ്ങിയ വെള്ളപ്പൊക്കം, ആ വെള്ളപ്പൊക്കത്തിൽ ജലപ്രളയത്തിൽ കഅബ ശരീഫിന്റെ പകുതിയോളം വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുമ്പോഴും പിന്നീട് ചരിത്രത്തിന്റെ ദശാസന്ധിയിൽ മണ്ണിനടിയിലേക്കും ജനശ്രദ്ധയിൽ നിന്നും വിസ്മൃതിയിലേക്കും ലക്ഷ്യത്തിൽ നിന്നും വഴിമാറിയും ഒക്കെ പോകുമ്പോഴും എക്കാലവും അതിനോടൊപ്പം തന്നെ ആ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് തന്നെ അള്ളാഹു ബാക്കിയാക്കിയ, ശേഷിപ്പിച്ച, അതിനോട് ചേർത്ത് നിർത്തിയ അത്ഭുത ദൃഷ്ടാന്തമേ മഖാമു ഇബ്രാഹിം. ആ ഇബ്രാഹിം നബിയുടെ കാൽപാദത്തിന്റെ പുറകിലാണ് കഅബാലയത്തിന് നിങ്ങൾ പ്രദക്ഷിണം ചെയ്താൽ, ആ കഅബാലയത്തിന് ചുറ്റിക്കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ പോയി 2 റക്അത്ത് നമസ്കരിക്കണം. ആ കഅബാലയത്തിന്റെ നായകൻ, കഅബാലയത്തിന്റെ എഞ്ചിനീയർ, ആ കഅബാലയത്തിന്റെ പുനരുദ്ധാരകനായ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കഅബ നിർമ്മിച്ച രംഗത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ, കഅബ ശരീഫ് ഇബ്രാഹിം നബിക്ക് മുമ്പേ ഉള്ളതാണ്, മാനവകുലത്തിന്റെ തുടക്കത്തിനും മുമ്പേ ഉള്ളതാണ്. ആദമിന്റെ വരവിനും 2000 വർഷങ്ങൾക്കപ്പുറം സ്ഥാപിതമായതാണ് പരിശുദ്ധ കഅബ ശരീഫ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി സ്ഥാപിതമായ ഭവനം. ആ ഭവനത്തിന്റെ ചരിത്രം പറയുമ്പോ, ആദം നബി ഭൂമിയിലേക്ക് വരുമ്പോ ആദം വന്നത് ഇന്ത്യയുടെ ഭാഗമായി നിന്നിരുന്ന സിലോണിലായിരുന്നു, ഇന്നത്തെ ശ്രീലങ്ക. ആ ശ്രീലങ്ക ഇന്ത്യയിൽ നിന്ന് മടർന്നു പോയ ഒരു മഴത്തുള്ളി പോലെ, ഒരു ജലാംശം പോലെ കിടക്കുന്ന ശ്രീലങ്ക, ആ ശ്രീലങ്കയുടെ ഒരു ഭാഗത്തിലാണ് വന്നിറങ്ങിയതെങ്കിൽ അവിടെ നിന്നും അല്ലാഹു റബ്ബുൽ ആലമീൻ ആദമിനോട് കൽപ്പിക്കുന്നു, ഓ ആദം, നീ
സഞ്ചരിച്ചു പോകണം, അങ്ങ് മക്കയിലേക്ക് പോകണം, മക്കത്തേക്ക് പോകണം. അന്ന് മക്കയിൽ മനുഷ്യരില്ല. ആദ്യത്തെ മനുഷ്യൻ ആദമാണ്, ആദിമ പിതാവ് ആദമാണ്. ആദിമ മനുഷ്യനായ ആദം ഇറങ്ങിയത് ശ്രീലങ്കയിലാണ്. തന്റെ പ്രിയതമയായ ഹവ്വ എവിടെയാണുള്ളത് അറിയില്ല. പടച്ചറപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് വഴിയറിയില്ലല്ലോ എന്ന് പരിഭവം പറഞ്ഞ ആദമിന് വഴികാട്ടിയായി ജിബ്രീലിനെ കൊടുത്തു. ആ ജിബ്രീൽ മുന്നേ നടന്നു. കുറെ ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ ആദം നബി നമ്മുടെ പിതാവ് ചെന്നെത്തിയത് ഈ മക്കയുടെ മനോഹരമായ മലഞ്ചെരുവിലാണ്. ആ മലഞ്ചെരുവിലെ വിശാലമായ മനോഹരമായ മൈതാനം, ആ മൈതാനത്തിലാണ് കഴിഞ്ഞ ദിവസം പാൽക്കടൽ തീർത്ത നമ്മുടെ പ്രതിനിധികൾ ഹാജിമാർ, ഹജ്ജുമ്മമാർ, ലക്ഷോപലക്ഷം വരുന്ന ഹാജിമാർ വെയിലിലാണെങ്കിലും കടുത്ത വേനലിന്റെ ചൂടിലും ഏത് കോരിച്ചെറിയുന്ന മഴയത്തിലാണെങ്കിലും ആ അറഫ എന്ന മനോഹരമായ മൈതാനിയിൽ ഒരുമിച്ച് കൂടും. അന്നത്തെ രാത്രിയിൽ മുസ്ദലിഫ എന്ന അതേപോലെ വിശാലമായ മൈതാനിയിലെ പച്ചത്തറയിൽ കയ്യിലുള്ള ആ വിരിയങ്ങ് വിരിച്ചിട്ട് കിടന്നുറങ്ങണം. രാജാവെന്ന പ്രജയെന്ന് വ്യത്യാസമില്ല. ലോകം കണ്ട ഏറ്റവും വലിയ അധികാരി വന്നാലും ശരി, എത്ര സഹായികൾ ഉണ്ടെങ്കിലും ശരി, ഹജ്ജ് പൂർത്തിയാകണോ ശരീരത്ത് ധരിച്ച മേൽമുണ്ട് വിരിച്ചുകൊണ്ട് ആ പച്ചത്തറയിൽ രാപാർത്തിരിക്കണം. മണ്ണിൽ കൊണ്ട് വെക്കപ്പെടുന്ന ശരീരം ഈ മണ്ണിൽ ജീവിക്കുമ്പോൾ ലഭിച്ചിട്ടുള്ള സർവമാന പ്രതാപങ്ങളും മാറ്റിവെക്കും. എല്ലാ അടയാളങ്ങളും അധികാരത്തിന്റെ എല്ലാ ഉടയാടകളും നീക്കിക്കൊണ്ട് ആ പച്ച മണ്ണിലേക്ക് കിടന്നുറങ്ങണം ആ രാത്രിയിൽ. അങ്ങനെ കഴിഞ്ഞു പോകുന്ന ഓരോ അമലുകൾ, ഇതിനൊക്കെ കാരണമായ, ഇതിനൊക്കെ സാക്ഷ്യം വഹിക്കുന്ന അറഫ, മുസ്ദലിഫ, ആ താഴ്വരയിലേക്ക് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്തുന്നു. അങ്ങ് വിദൂരത്തിൽ കണ്ട മരീചിക മനുഷ്യരൂപം മനുഷ്യനാണോ എന്നറിയാനുള്ള കൗതുകത്തോടെ ആശ്ചര്യത്തോടെ നടന്നു നീങ്ങിയ മാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടുമുട്ടുന്നു. സ്വർഗലോകത്ത് വെച്ച് തന്നോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയതമ ഹവ്വ ഉമ്മ. ഇന്ന് ജിദ്ദയുടെ തീരത്തിലായി എന്ത് വിശ്രമം കൊള്ളുന്ന നമ്മുടെ മാതാവ് ഹവ്വ റളിയല്ലാഹു തആല അൻഹയെ കണ്ടുമുട്ടിയ അറഫ തിരിച്ചറിഞ്ഞ മൈതാനം, ആ തിരിച്ചറിഞ്ഞ മൈതാനത്തിൽ ഖിയാമത്ത് വരെ ആ തിരിച്ചറിവിനെ വീണ്ടും ഓർമ്മ പുതുക്കിക്കൊണ്ട്, വീണ്ടും അയവിറക്കിക്കൊണ്ട് ലക്ഷോപലക്ഷം വരുന്ന ഹാജിമാർ ഒരുമിച്ച് കൂടുകയാണ്. കഅബാലയത്തിന്റെ നായകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അറഫയുമായി വലിയ ബന്ധപ്പെടുന്നില്ല. എന്നാൽ മാനവകുലത്തിലെ സർവ്വ മനുഷ്യരെയും ബന്ധപ്പെടുത്തുന്ന ആദമിന്റെ സംഗമം, നമ്മുടെ മാതാപിതാക്കളുടെ സംഗമം നടന്നത് ഈ മലഞ്ചെരുവിലാണ്, താഴ്വരയിലാണ്, ആ മൈതാനിയില. അവിടെ ആദമിന്റെ സന്തതികളുടെ പ്രതിനിധികളൊക്കെ ഒരുമിച്ച് കൂടുന്നു. അവരെല്ലാവരും പരസ്പരം അറിയുന്നു. നാട് ഭേദങ്ങൾക്ക് അതീതമായി, ഭാഷാ വ്യത്യാസങ്ങൾക്ക് അതീതമായി തിരിച്ചറിയാനും പരിചയപ്പെടാനും സുഖദുഃഖങ്ങൾ പങ്കുവെക്കാനും ഒക്കെ അവസരം നൽകപ്പെടുന്ന ശ്രേഷ്ഠമായ അറഫയുടെ മൈതാനത്തിൽ ഒരുമിച്ച് കൂടിയ പരിശുദ്ധമായ മാനവകുലത്തിന്റെ ജൈത്രയാത്രയുടെ തുടക്കം. ആ കാലഘട്ടത്തിൽ അവിടെ ഒരുമിച്ച് കൂടിയ ആദമും ഹവ്വയും പിന്നീട് മാനവകുലം തുടങ്ങുന്നു. ഖാബീലിലൂടെ, ഹാബീലിലൂടെ, ഇക്രിമയിലൂടെ, ലൂത്തയിലൂടെ മനുഷ്യ പരമ്പര ആരംഭിക്കുമ്പോ അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുവാൻ, അടുപ്പിക്കുവാൻ സിട്ടാവിന്റെ സൂചന പ്രകാരം, നിർദ്ദേശപ്രകാരം ജിബ്രീലിന്റെ കാർമ്മികത്വത്തിലായി, ജിബ്രീലിന്റെ നേതൃത്വത്തിലായി ആദം നബിയും മക്കളും ചേർന്നുകൊണ്ട് ആദ്യമായി മനുഷ്യലോകത്തിന് ദൃശ്യമായ രൂപത്തിൽ കഅബ ശരീഫ് പണികഴിപ്പിക്കുന്നു. കല്ലും മണ്ണും കട്ടയും മനുഷ്യന് ലഭ്യമാകുന്ന വസ്തുവകകൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യലോകത്തിന് ആവശ്യമായ രൂപത്തിലുള്ള ഒരു ആരാധനാലയമായി അത് പണിയപ്പെടുന്നു. പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, പല പ്രവാചകന്മാർ വന്നു, പല ജനസമൂഹങ്ങൾ വന്നു. പിന്നീട് നൂഹ് നബിയുടെ വെള്ളപ്പൊക്കത്തോടെ അസ്തമിച്ചു പോയി. പിന്നെ കഅബ ശരീഫ് ജനങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞുപോയി. ചരിത്രം പരതുമ്പോൾ 3500-4000 കൊല്ലക്കാലം കഅബ എവിടെയെന്നറിയാത്ത ലോകം, മനുഷ്യരില്ലാത്ത അറേബ്യ, ആ ഉപദ്വീപ് മനുഷ്യരില്ല. പിന്നെ മനുഷ്യൻ തുടങ്ങുന്നത് യൂറോപ്പിന്റെ ഭാഗത്തിലാണ്. ആ യൂറോപ്പിന്റെ ഭാഗത്തിൽ നിന്നും മനുഷ്യവംശം ആരംഭിക്കുന്നു. ആ വംശത്തിൽ നിന്നും വന്ന നൂഹ് നബിയുടെ സന്താന പരമ്പര വ്യാപിക്കുന്നു. ആദ്യ സംസ്കാരം, ആദ്യ നാഗരികത, ഇന്നത്തെ ഏറ്റവും പുരാതന നാഗരികതയെന്ന് ആധുനിക നരവംശ ശാസ്ത്രത്തിന്റെ പഠനത്തിലെല്ലാം ചെന്നെത്തുന്ന ഇറാഖിലെ മെസപ്പൊട്ടോമിയ, മാസിഡോണിയ നാഗരികതയിലേക്ക് ലോകത്തിന്റെ നരവംശ ശാസ്ത്രം എത്തുമ്പോ ആ സംസ്കാരത്തിന്റെ നാഗരികതയുടെ ഭാഗങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ ജനസമൂഹം, അവർക്കിടയിൽ കാലാന്തരത്തിൽ പടച്ചറബിനെ മറന്നുകൊണ്ടുള്ള ബിംബാരാധനയും പ്രതിഷ്ഠാപൂജയും കടന്നു വന്നു.
അങ്ങനെ കാലം ഒരുപാട് കഴിഞ്ഞു. ആ സമൂഹത്തിലേക്ക് വീണ്ടും ഒരു പുനരുദ്ധാരകനെ, ഒരു നവോത്ഥാന നായകനെ, അള്ളാഹുവിനെ ജനങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ ഒരു പ്രവാചകനെ അയക്കുവാൻ തീരുമാനിച്ച റബ്ബിന്റെ തീരുമാനമായിരുന്നു ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ പ്രവാചകൻ ഊറന്ന ആ ഇറാഖിലെ നാഗരിക സമൂഹത്തിൽ വരുന്നു. കൗമാര കാലഘട്ടത്തിലെ ത്യാഗങ്ങൾ, ആ ത്യാഗങ്ങൾക്കിടയിലെ പ്രധാനപ്പെട്ട ഒരു ത്യാഗമായിരുന്നു മക്കയിലേക്കുള്ള തെളിവ്, മക്കയിലേക്ക് യാത്രയാകാനുള്ള കൽപ്പന. ആ മക്കത്തേക്ക് ഭാര്യയും കുട്ടിയും കൊണ്ടാണ് പോകാൻ പറഞ്ഞത്. അങ്ങനെ രണ്ടുപേരെയും കൊണ്ടുപോയി ഇവിടെ ഉപേക്ഷിച്ചു. യാത്ര പോലും പറയാതെ മടങ്ങിപ്പോകണം. മടങ്ങിപ്പോയി വീണ്ടും ഫിലസ്തീനിൽ വന്ന് കഴിയുന്ന സമയത്തിലാണ് സ്വപ്ന ദർശനമുണ്ടാകുന്നു. പോയി മകനെ ബലിയർപ്പിക്കണം. ആ ബലിയുടെ സംസ്കാരം, ആ ബലിയുടെ സ്മരണ പുതുക്കിക്കൊണ്ട് ലോകാവസാനം വരെ നമ്മൾ ബലിയർപ്പിക്കുന്നു. പിന്നെയും മടങ്ങി പോകാൻ പറഞ്ഞു. ആ മടക്കവും കഴിഞ്ഞ് പിന്നെയും ഫലസ്തീനിൽ കഴിയുമ്പോ തന്റെ പൊന്നുമകനോടൊപ്പം, അവിടെ ഒരുമിച്ച് കൂടിയ ജനങ്ങളോടൊപ്പം ആ മക്കത്ത് കഴിയാൻ അതിയായി ആഗ്രഹിച്ച ഹസ്രത്ത് ഇബ്രാഹിം നബിക്ക് അള്ളാഹു മൂന്നാമത് വീണ്ടും കൽപ്പന കൊടുക്കുന്നു. ഓ ഇബ്രാഹിം, നിന്റെ മകനെയും ഭാര്യയുമാക്കി ഇടത്തേക്ക് ഒന്നുകൂടെ പോകണം. വീണ്ടും വരുന്നു കഅബ ശരീഫിന്റെ മുമ്പിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. മഹാനായ ഇബ്രാഹിം നബി അവിടെ വന്നു. അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി, നിർദ്ദേശമുണ്ടായി. അവിടെയുണ്ട് എന്റെ ഭവനം, എനിക്ക് വേണ്ടി ഭൂമിയിൽ ആദ്യമായി സ്ഥാപിതമായ ഭവനം അവിടെയുണ്ട്. ആ ഭവനത്തിന്റെ ഭാഗം നിനക്ക് വ്യക്തമാക്കി തരുന്നു. വഇദ് ബവ്വഅനാ ലി ഇബ്രാഹിം മകാനൽ ബൈത്ത്, അള്ളാഹുവിന്റെ ഭവനം എവിടെയാണ്, ആ നാട്ടിൽ, ആ മണ്ണിലുണ്ടായത് എന്ന് ഇബ്രാഹിം നബിക്ക് അള്ളാഹു വ്യക്തമാക്കി കൊടുത്തു. എന്നിട്ട് ആ കഅബ ശരീഫ് എന്ന പുണ്യമായ ഭവനത്തിനെ പടുത്തുയർത്തണം, പുനരുദ്ധരിക്കണം, അതിനെ കെട്ടി ഉയർത്തണം. എന്തിനു വേണ്ടിയാണ്? ഈ നാടും ഈ സമൂഹവും എന്നെ മറന്നുകൊണ്ട് ജീവിച്ചു പോയ ഒരു കാലമുണ്ടായിരുന്നു. ആദം നബിയുടെ സന്താന പരമ്പര തുടങ്ങിയത് മക്കത്താണ്, മക്കയുടെ മലഞ്ചെരുവുകളിലാണ്. ഖാബീലിന്റെ ഹാബീലിന്റെ പരമ്പര ജീവിച്ചത് അവിടെയാണ്, ആ നാട്ടിലാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയുൾപ്പെടെ മുഴുവൻ ജനതയും ലോകത്ത് ഉന്മൂലനം ചെയ്തതും മക്ക ഉൾപ്പെടുന്ന കേന്ദ്രത്തിലാണ്. അന്ന് കഅബ ശരീഫിനെ ഉൾപ്പെടെ അള്ളാഹു സ്മൃതിയിലേക്ക് കൊണ്ടുപോയി. അതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ കഅബ ശരീഫിനെ വീണ്ടും പടുത്തുയർത്തണം. എന്തിനു വേണ്ടി? അല്ലാ തുശ്രിക് ബി ശൈആ, ഇനിയെങ്കിലും എന്നോട് ഒരു സൃഷ്ടിയും പങ്കു ചേർക്കാതിരിക്കാൻ. ഓ ഇബ്രാഹിം, ഈ കഅബാലയത്തിന് വീണ്ടും പടുത്തുയർത്തണം. അല്ലാ തുശ്രിക് ബി ശൈആ, എന്നോട് ഒരു വസ്തുവിനെയും പങ്കു ചേർക്കാതിരിക്കാൻ. വതഹിർ ബൈതി ലിത്വാഇഫീൻ, ഈ കഅബാലയത്തിനെ പ്രദക്ഷിണം ചെയ്യാൻ, തവാഫ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതിനെ ശുദ്ധീകരിക്കുകയും ചെയ്യണം. വൽ ഖായിമീന വറുക്കഇ സുജൂദ്, നിന്നും റുകൂഇലായും സുജൂദിലായും ഇബാദത്തിൽ കഴിയുന്ന, നമസ്കരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പരിശുദ്ധമാക്കണം, അതിനെ വൃത്തിയാക്കണം. അതിൽ പിന്നൊരു നജീസും വരണ്ട. അതിനെ ശുദ്ധിയാക്കി ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കണേ. ഇബ്രാഹിം നബി ആ കർമ്മം നിർവഹിച്ചു. കഅബാലയം പടുത്തുയർത്തി, അതിന്റെ നിർമ്മാണം പൂർത്തിയായി. ഇനി എന്താ ചെയ്യേണ്ടത്? വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി, പണി പൂർത്തിയായി എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു ഇനി ചെയ്യേണ്ടതെന്നറിയുമോ? വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി, ഇവിടേക്ക് ജനങ്ങളോട് വരാൻ പറയണം, ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി വരാൻ പറയണം. ആ വിളി എങ്ങനെയാണ് ജനങ്ങൾക്ക് എത്തുക? ഇവിടെ ഉള്ള ആളുകളിലേക്ക് പോയി പറയാൻ കഴിയുമല്ലോ. ഞാൻ ഇവിടെ നിന്ന് വിളിച്ചാൽ കേൾക്കുമല്ലോ. ഉയരത്തിൽ കയറി വിളിക്കേണ്ട ആവശ്യം എന്താണ്? അള്ളാഹു പറഞ്ഞു നീ വിളിക്കുക, ലോക ജനതയെ എത്തിക്കേണ്ട ചുമതല എനിക്കാണ്. എല്ലാ വഴികളിലൂടെയും മലഞ്ചെരുവുകളിലൂടെ ദുർഘടമായ പാതകൾ താണ്ടിപ്പോലും ഈ പരിശുദ്ധ കഅബാലയം ലക്ഷ്യമാക്കി ഹാജിമാരത്തും ഹജ്ജുമ്മമാരത്തും ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ജനങ്ങളെത്തും. ആ കൽപ്പനയ്ക്ക് ഉത്തരമായിക്കൊണ്ട് ഇബ്രാഹിം നബി വിളിച്ചു. ആ വിളിക്കുള്ള ഉത്തരമാണ്, ആ വിളി കേട്ടവരാണ് നമ്മുടെ പ്രതിനിധികളായി ഇന്ന് ആ മക്കത്തെത്തിയത്, അവിടെ കഴിഞ്ഞുകൂടുന്നത്. അതിനുവേണ്ടി ആഗ്രഹിച്ചവർ, ഇതേവരവിടെ പോയവർ, ആ വിളിക്കുത്തരം നൽകിയവരാണ്. ആ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ വരും വർഷത്തിലെങ്കിലും നമ്മയും ഉൾപ്പെടുത്തുമാറാകട്ടെ.
ആ കഅബാലയത്തിന്റെ മുമ്പിലേക്ക് വിളിക്കാൻ പറഞ്ഞ, കഅബ ശരീഫിലേക്ക് എത്തുവാൻ പറഞ്ഞ ഹാജിമാരോട് അല്ലാഹു റബ്ബുൽ ആലമീൻ ലക്ഷ്യമാക്കിയത് എന്തിനാണ് വിളിക്കാൻ പറഞ്ഞത്, എന്തിനാണ് വരാൻ പറഞ്ഞത്? ആ വരാൻ പറഞ്ഞവരോട് എടുത്തു പറയുന്ന അമല് ഹജ്ജ് എന്നത് പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. ഹജ്ജിനെത്തുമ്പോൾ ആദ്യമായി ഖുദൂമിന്റെ തവാഫ്, അത് കഴിഞ്ഞ് ക്രമമായിട്ട് മിനയിലേക്ക് എത്തല്, അവിടെ നിന്ന് അറഫയിലേക്ക് പോകല്, അറഫയിൽ നിന്ന് മുസ്ദലിഫയിൽ വന്ന് രാപാർക്കല്, അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ബലികർമ്മം നിർവഹിക്കല്, ജംറകളിൽ കല്ലെറിയല്, തലമുടി നീക്കം ചെയ്യല്, കുളിച്ചു ശുദ്ധിയാകല്, ഇങ്ങനെ ക്രമമായി പല അമലുകളുള്ളപ്പോഴും അല്ലാഹു റബ്ബുൽ ആലമീൻ ഇബ്രാഹിം നബിയോട് പറയുന്നു, വഅദ്ദിൻ ഫിന്നാസ്, ജനങ്ങളോട് ഇവിടേക്ക് വരാൻ വേണ്ടി വിളിക്കൂ ഇബ്രാഹിം. എന്തിനാ വരാൻ വേണ്ടി വിളിക്കേണ്ടത്? ലിയഷ്ഹദൂ മനാഫിഅ ലഹും, ലിയഷ്ഹദൂ മനാഫിഅ ലഹും, അവർക്ക് നൽകപ്പെട്ട നിഅമത്തിന് അവർ സാക്ഷികളാകാൻ, അവർക്ക് നൽകപ്പെട്ട നിഅമത്തിന് അവർ സാക്ഷികളാകാൻ. വയദ്കുറുസ്മല്ലാഹ്, അല്ലാഹുവിന്റെ നാമം ആവർത്തിച്ച് ഉരുവിടുന്നതിനു വേണ്ടി ഫി അയ്യാമിൻ മഅലൂമാത്ത്, പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ദുൽഹജ്ജിന്റെ 1 മുതലുള്ള ദുൽഹജ്ജിന്റെ 13ാമത്തെ ദിവസം വരെയുള്ള ദിവസങ്ങളിൽ അല്ലാഹുവിന്റെ നാമം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പെരുന്നാളിന്റെ ഒരു ദിവസത്തിൽ മാത്രമല്ല, നമ്മൾ ധരിക്കുന്നത് പെരുന്നാളിന്റെ ദിവസത്തിൽ പ്രഭാഷണത്തിന്റെ മുമ്പ് പള്ളിയിൽ കേൾക്കുന്ന തക്ബീർ ആ സമയത്തിൽ മാത്രമാണ്. അല്ലേ അല്ല, ദുൽഹജ്ജിന്റെ 1 മുതൽ ദുൽഹജ്ജിന്റെ 13 വരെയും പരിശുദ്ധ ദീനിന്റെ ഷിയാറുകളെ കണ്ടാൽ ആ ഷിയാറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഷിയാറായി ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഉളുഹിയ്യത്തിന്റെ മൃഗങ്ങളാണ്, ഉളുഹിയ്യത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട സൗകര്യങ്ങളാണ്, ഈദുൽ അദ്ഹയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സൗകര്യങ്ങളാണ്, പരിശുദ്ധ ദീനിന്റെ അടയാളങ്ങളാ. ആ അടയാളങ്ങൾ കാണുമ്പോഴൊക്കെ പള്ളികളാകട്ടെ ഉളുഹിയ്യത്തിന്റെ സൗകര്യങ്ങളാകട്ടെ എന്ത് കണ്ടാലും പറയണം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അലാമാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അല്ലാഹു എടുത്തു പറയാണ്, ഹജ്ജിന് വേണ്ടി എല്ലാവരെയും വരാൻ വേണ്ടി വിളിക്കണം. ആ ഹജ്ജിന് വേണ്ടി വിളിക്കപ്പെട്ട ആളുകളോട് ഹജ്ജിന്റെ അമലിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ അറഫയാണ്. എന്നാലും അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നു, ജനങ്ങളെ ഹജ്ജിന് വരാൻ വേണ്ടി വിളിക്കണം. എന്തിനാണ് വിളിക്കേണ്ടത്? ലിയഷ്ഹദൂ മനാഫിഅ ലഹും, അവർക്ക് നാഥനായ റബ്ബ് നൽകി നിഅമത്ത് അതിനെ നേരാവണ്ണം കണ്ട് മനസ്സിലാക്കി അതിന് സാക്ഷികളാകാൻ. എന്താണ് അതിന് സാക്ഷികളാവുക? കണ്ടുകൊണ്ടിരിക്കുന്നതിന് വീണ്ടും ഒരിക്കൽ കൂടെ എന്താണ് സാക്ഷി, എങ്ങനെയാണ് സാക്ഷിയാവുക? അതിനെ പടച്ച റബ്ബിന്റെ മാർഗത്തിലേക്ക് സമർപ്പിക്കപ്പെടുന്നതിന് സാക്ഷികളാകുവാൻ. ഹജ്ജിന് വേണ്ടി വരുന്ന ആളുകൾ ഇന്നാണ് മൃഗങ്ങളെ കൂടാതെ പോവുക. അന്ന് വീട്ടിൽ കാലങ്ങളായി നാളുകൾക്ക് മുമ്പേ തന്നെ ഹജ്ജിന് വേണ്ടി നിയ്യത്ത് ചെയ്യുമ്പോൾ നമ്മളിന്ന് വിസയും പാസ്പോർട്ടും തീരുമാനിക്കുമല്ലോ. പാസ്പോർട്ട് കൊടുത്തിട്ട് വിസയുടെ തീരുമാനം എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഹജ്ജിന്റെ ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. അന്ന് ഹജ്ജിന്റെ ഒരുക്കം എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്ന നിഅമത്തിൽ നിന്നും ഈ വർഷം എനിക്ക് ഹജ്ജിന് പോകണം, അതിന് വേണ്ട കുറച്ച് കാശ്, ദീനാർ ദിർഹം. ഏറ്റവും പ്രധാനമായും വേണ്ടത് ഉളുഹിയ്യത്തിന്റെ മൃഗം വാങ്ങലാണ്. ഈ കിട്ടുന്ന ധനത്തിൽ നിന്നും ഏറ്റവും മുന്തിയ ഒരു മൃഗത്തിനെ ഉളുഹിയ കൊടുക്കാൻ വേണ്ടി വാങ്ങി വീട്ടിൽ വെച്ച് പരിപാലിച്ച് എനിക്ക് ഹജ്ജിന് പോയി ആ റബ്ബിന്റെ മുമ്പിലായി അവിടെ കഅബാലയത്തിന്റെ പരിസരത്ത് വെച്ച് ബലിയർപ്പിച്ച് പടച്ചവന് കൊടുക്കാനുള്ളതാണ്. ആ നിയ്യത്തിലായി ഉളുഹിയ മൃഗം വാങ്ങും. എന്നിട്ട് അതിനെ പോറ്റി വളർത്തും മക്കളെ പോലെ, മക്കളോടൊപ്പം. ആ മക്കളും കുടുംബവും ചേർന്നുകൊണ്ടാണ് ദബീഹുല്ലാഹി ഇസ്മായിലിനെ വളർത്തിയതുപോലെ ആ ബലിമൃഗത്തിനെ വളർത്തുക. അങ്ങനെ ആ ബലിമൃഗത്തിനെ വളർത്തി അതിനെ താലോലിച്ച് അതിനെ പഴയ കാലത്തൊക്കെ ഇപ്പൊ കാണുന്നില്ല, കുറച്ച് മുമ്പോട്ട് പോയാൽ അതിനെ ഡെയിലി കുളിപ്പിച്ച് മക്കളെ ഒരുക്കും പോലെ ചിലരൊക്കെ കരിയൊക്കെ വരച്ച് അതിന്റെ പുറത്ത് മൈലാഞ്ചി തേച്ച് മാലയൊക്കെ അണിയിപ്പിച്ച് അതിനെ കാണുമ്പോഴൊക്കെ കുട്ടികളോടുള്ളതുപോലെയുള്ള സ്നേഹപ്രകടനം നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്തൊരു ആത്മബന്ധം സ്ഥാപിക്കപ്പെടുന്ന കാഴ്ചകൾ കുറച്ച് പിന്നോട്ട് പോയാൽ നമുക്ക് കാണാമായിരുന്നു. അതാണ് പൂർണ്ണമായ ഉലുഹിയ്യ. അങ്ങനെയായിരുന്നു അവർ. അങ്ങനെ അവർ വളർത്തി
നാളുകളോളം അതിനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിനോടൊപ്പം സഹവസിച്ച് എന്തെന്നില്ലാത്തൊരു ആത്മബന്ധത്തിലൂടെ കഴിഞ്ഞു പോകുന്ന നാളുകളിലാണ് ദുൽഹജ്ജിന്റെ 1 വരിക. ആ 1 ലക്ഷ്യമാക്കിയാണ് യാത്രകൾ, നാനാ ഭാഗങ്ങളിൽ യാത്രകൾ അവിടേക്ക് എത്തുകയാണ്. ആ എത്തപ്പെടുന്ന ഹാജിമാർ അവർ ഹജ്ജിന്റെ പ്രധാന അമലുകൾ നടക്കുന്നു. അത് കഴിയുമ്പോൾ ഇത്രയും ദിവസങ്ങൾ ഒരുക്കിക്കൊണ്ട് നടന്ന, താലോലിച്ച് വളർത്തിയ, ഹൃദയത്തിലേക്ക് ഇറങ്ങിപ്പോയ, ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയ ഒരു അവയവം പോലെ അതിനപ്പുറം സ്നേഹത്തിൽ ഗാഢമായ ബന്ധം സ്ഥാപിക്കപ്പെട്ട ആ മൃഗത്തിനെ, ആ ആടിനെയോ മാടിനെയോ ഒട്ടകത്തിനെയോ അള്ളാഹുവിന്റെ ഭവനത്തിന്റെ സവിധത്തിലായി തിരുമുറ്റത്തിലായി പടച്ചറബേ നിന്റെ വിധി, നിന്റെ കൽപ്പനയെ മാനിച്ചുകൊണ്ട്, നിന്റെ നിർദ്ദേശത്തിന് അനുസരിച്ചുകൊണ്ട് ഞാനിതാ ബലിയറുക്കുകയാണ്. അതിന് മുമ്പിൽ വെച്ച് ബലിയർക്കുന്നു. ആ ബലി അർക്കപ്പെടുന്ന, ബലി നിർവഹിക്കപ്പെടുന്ന കർമ്മത്തിന് സാക്ഷികളാവുവാൻ അതിനാണ് ഇബ്രാഹിം നബിയോട് വിളിക്കാൻ പറഞ്ഞു. ലിയഷ്ഹദൂ മനാഫിഅ ലഹും. ഹജ്ജ് എന്ന കർമ്മം നമ്മൾ പോകുന്നു, അവിടെ ഉംറ കർമ്മം നിർവഹിക്കുന്നത് പോലെ ഏകദേശം അതുപോലെയാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ അധികമുണ്ട്. ആ പോയി വരുന്ന ആളുകൾക്ക് എന്ത് ത്യാഗമാണുള്ളത് എന്ന് ചോദിച്ചാൽ ഇന്ന് വലിയ ത്യാഗമൊന്നും പറയാനില്ല. കുറെ മുമ്പ് വരെ പോയവർക്ക് ത്യാഗങ്ങൾ ഏകദേശമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ത്യാഗങ്ങൾ പരമാവധി ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. അതിലല്പമെങ്കിലും ബാക്കിയാകുമായിരുന്ന ത്യാഗം ഉളുഹിയ മൃഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ആ ത്യാഗവും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. നമ്മളൊന്നും അറിയുന്നത് പോലുമില്ല. നാം പണമടയ്ക്കുന്നു, നമ്മുടെ പേരിൽ ആ ദിവസത്തിൽ അവിടെ ബലി അർപ്പിക്കപ്പെടുന്നു. അവിടെ എത്താനും കാണാനും പോലും പലർക്കും നേരം കിട്ടാറില്ല. പൂർണ്ണമായ അതിന്റെ രൂപം യശ്ഹദു മനാഫിഅ ലഹും, അല്ലാഹു അവർക്ക് കൊടുത്ത നിഅമത്തിനെ അവർ സാക്ഷികളാവുവാൻ. അക്കാലഘട്ടത്തിൽ നിഅമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മുന്തിയ നിഅമത്തായി, അനുഗ്രഹമായി പരിഗണിക്കപ്പെട്ടിരുന്നത് മൃഗങ്ങൾ തന്നെയാണ്. കുടുംബത്തിന്റെ പ്രധാന വരുമാന മൃഗങ്ങളാണ്. യാത്രക്ക് ഉപയോഗിക്കുന്നത് മൃഗങ്ങളാണ്. വാഹനമായും പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കപ്പെട്ടിരുന്നത് മൃഗങ്ങളാണ്. ഇന്ന് നമ്മൾ കരുതൽ ധനമായി ഉപയോഗിക്കുന്ന സ്വർണവും വെള്ളിയുമൊക്കെ അക്കാലഘട്ടത്തിൽ വലിയ കരുതൽ ധനമായി ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. അന്ന് നാണയത്തിന് മാത്രമാണ്. അന്ന് കരുതൽ ശേഖരമായി ജനങ്ങൾ ഉപയോഗിച്ചിരുന്നത് മൃഗങ്ങളെയാണ്. ആ മൃഗങ്ങൾ വാങ്ങും, അതിനെ വളർത്തും, അതിനെ കുട്ടികളായി വലിയൊരു കൂട്ടമായി മാറും. ഇത് വെച്ചിട്ടാണ് അടുത്ത ഒരു വർഷത്തെ പ്ലാനുകൾ, പദ്ധതികളൊക്കെ വരിക. അങ്ങനെ അതിനെ ഒരുക്കി റെഡിയാക്കി അതിനെ പടച്ചറബിന്റെ മാർഗത്തിലായി കൊടുത്തുവിട്ട് അവിടെ വെച്ച് അറക്കപ്പെടുന്ന, അതിന്റെ രക്തം ഒഴുക്കപ്പെടുന്ന ആ ദിവസങ്ങളിൽ തക്ബീർ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ട് ആ മൃഗത്തിനെ ബലിയർപ്പിക്കപ്പെടുന്നതിന് സാക്ഷികളാകുന്ന വിശ്വാസികൾ, അല്ലാഹു റബ്ബുൽ ആലമീൻ ആ സാക്ഷിയാകുന്ന വിശ്വാസിയോട് പറയാ, അതിൽ നിന്നും അതൊരു വലിയ ത്യാഗമാണ്, ചെറിയ കാര്യമല്ല. ഇതേവരെ നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഉലുഹിയത്തിന്റെ മാംസം ഉലുഹിയ നിയത്ത് ചെയ്തവൻ കഴിക്കൽ സുന്നത്താണ്. കഴിക്കൽ സുന്നത്താണ്. മറ്റുള്ള കാര്യങ്ങൾ പറയപ്പെട്ടതിനേക്കാളും അടിവരയിട്ടുകൊണ്ട് പറഞ്ഞു ഉലുഹിയത്തിന്റെ മാംസത്തിൽ നിന്ന് അല്പം കഴിക്കൽ ആരാധനയാണ്, അതും സുന്നത്താണ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലായിട്ടുണ്ട്? നമ്മുടെ കുഞ്ഞിനെ നാം താലോലിച്ച് വളർത്തി നാളുകളോളം കയ്യിൽ കൊണ്ടു നടന്ന കുഞ്ഞിനെ, ആ കുഞ്ഞിനെ നമ്മൾ സ്വന്തം കരങ്ങൾ കൊണ്ട് അറുക്കേണ്ടി വരികയാണ്. നബീഹുല്ലാഹി ഇസ്മായിലിന്റെ സ്ഥാനത്തിൽ ആ കുഞ്ഞിനെ നമ്മൾ അറുക്കുന്നു. അറുത്ത് കഴിഞ്ഞിട്ട് ഇനി ഇതിനെ കാണണ്ടല്ലോ എന്ന് കരുതിയിട്ട് വിട്ടേച്ച് പോകാൻ പറ്റുന്നില്ല. അതിനെ ഒരുക്കി അതിന്റെ മാംസം കഷ്ണിച്ച് അതിനെ വിഹിതം ചെയ്ത് പൂർത്തിയാകോളം അതിന്റെ കൂടെ ഉണ്ടാവണം. എന്നിട്ട് തീർന്നില്ല, അതിൽ നിന്നും ഒരു വിഹിതം എടുത്തിട്ട് കറി വെച്ച് അതിനെ ഭക്ഷണമാക്കി അതിൽ നിന്നും കഴിക്കുകയും ചെയ്യുന്നു. ഈ സമയത്തിലെല്ലാം നെഞ്ച് പിടയ്ക്കും, ഹൃദയം പൊടിയും. ആരെയാണ് തിന്നുന്നത്? ആരെയാണ് കഴിക്കുന്നത്? തന്റെ കുഞ്ഞിനെ, തന്റെ അരുമയാണ് താൻ കഴിക്കുന്നത്. അവിടെ ആസ്വാദനമല്ല, എന്തെന്നില്ലാത്ത ഒരു അന്താളിപ്പാണ്, എന്തെന്നില്ലാത്ത ആത്മനിർവൃതി ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് പടച്ചവനെ വല്ലാത്ത പരീക്ഷണം. നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും ചേർത്ത് നിർത്തിയ ഒരു സാധനം റഹ്മാനായ റബ്ബിന്റെ മാർഗത്തിൽ അതിനെ സമർപ്പിക്കുന്നു. എന്നിട്ട് അതിനെ വീണ്ടും ഹൃദയത്തിന്റെ ഉള്ളിൽ തുളച്ചു കയറുന്ന രീതിയിൽ അതിനെ നമ്മൾ തന്നെ ഉപയോഗിക്കുകയും ചെയ്യേണ്ടി വരികയാണ്. ഒരുപക്ഷെ അത്രയും ഗാഢമായി ബന്ധമുള്ള ആളുകൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. നമ്മുടെ പള്ളികളിൽ നാം ഉദുഹിയത്തിന് വാങ്ങുന്ന മൃഗങ്ങൾ തന്നെ അതിനെ അറുക്കാൻ സമയം അതിനെ വിൽപ്പന നടത്തിയ ആള്, നല്ല സ്നേഹിച്ച് താലോലിച്ച് വളർത്തിയ ആള്, അവരെങ്ങാനും അവിടെ ഉണ്ടെങ്കിൽ അവരത് കാണാൻ നിൽക്കൂല, അല്ലേ? എനിക്കത് കാണാനുള്ള ത്രാണിയില്ല എന്ന് പറയും. അവർ മാറിപ്പോകും. കാരണം അവർക്ക് അത്രയും സ്നേഹമുണ്ട് അതിനോട്. യഥാർത്ഥത്തിൽ ആ ഒരു ബന്ധം ഉണ്ടാകേണ്ടത് ആർക്കാണെന്നറിയോ? ചെയ്യുന്ന ആളിനാണ്. നമുക്കാണത് ഉണ്ടാകേണ്ടത്. പക്ഷെ നമുക്കത് ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? നമുക്കിതിനെ കുറിച്ച് അറിയില്ല എന്ന് തന്നെ. നമുക്ക് അങ്ങനെ ഒരു പരിശ്രമം ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെ. ഇതൊക്കെ ചേർത്തുകൊണ്ടാണ് അതിൽ നിന്നും നിങ്ങൾ
നിങ്ങൾ അതിൽ നിന്നും അല്പം കഴിക്കുക. ഒപ്പം ഇതുപോലെ സമാധാനത്തോടെ ഈ ദിവസത്തിൽ, പെരുന്നാളിന്റെ ദിവസത്തിൽ, ഈ പെരുന്നാളിന്റെ സന്തോഷ ദിവസങ്ങളിൽ സന്തോഷിക്കുവാൻ വിശക്കുന്ന മനുഷ്യർ, ദരിദ്രരായ ആളുകൾ, സാധുക്കൾ, അവർക്ക് കൂടി ഇതിനെ വിതരണം ചെയ്യുക. അന്നത്തെ പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തു മാംസമാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭക്ഷണത്തിലെ പ്രധാനപ്പെട്ട വിഭവം മാംസമാണ്. ഒട്ടകം. നമ്മുടെ നാട്ടിലുള്ളതുപോലെ മാട് കുറവാണ്. ഒട്ടകവും ആടും, ചെമ്മരിയാടും, മലഞ്ചെരുവിൽ വളരുന്ന ആടുകളും ഒക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം. അതില്ലാത്തൊരു ഡിഷ് ഒരു ദിവസം ഉണ്ടാവില്ല. എങ്കിലും അവർക്കിടയിലും ഒരുപാട് ദരിദ്രരായ ആളുകളുണ്ട്. അവർ അത് ശേഖരിച്ച്, കിട്ടുന്നതൊക്കെ ശേഖരിച്ച് അത് സൂര്യപ്രകാശത്തിൽ ഉണക്കി വൃത്തിയാക്കി കുറച്ചധികം ദിവസങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി സൂക്ഷിക്കുന്നു. അതിന് തിരഞ്ഞെടുക്ക ദിവസങ്ങളാണ് ഉലുഹിയത്തിനെ തുടർന്നുള്ള ദിവസങ്ങൾ. എല്ലാം കൂടി ഒരു ദിവസത്തിൽ അറുത്തുപോയാൽ കിട്ടുന്നവർക്ക് വേണ്ടതുപോലെ ഇതിനെ ശുദ്ധീകരിക്കുവാൻ, സൂക്ഷിക്കാൻ പറ്റുന്ന രൂപത്തിൽ പാകപ്പെടുത്തിയെടുക്കാൻ ചിലപ്പോൾ കഴിയാതെ പോണെങ്കിലോ 2-3 ദിവസവും കൂടെ അധികരിച്ചു. അതാണ് അയ്യാമു തശ്രീഖ്, അൽ ഹാദി അശറ വസ്സാനി അശറ വസ്സാലിസു അശറ മിൻ ദിൽഹിജ്ജ. 4 ദിവസമാണ് യൗമുൻ നഹർ. ഒന്ന് പെരുന്നാളിന്റെ ദിവസം, അത് കഴിഞ്ഞ് ദുൽഹജ്ജിന്റെ 11ാമത്തെ ഇന്നത്തെ ദിവസം, നാളത്തെ ദിവസം, മറ്റന്നാൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഞായറാഴ്ച അസറിന്റെ നമസ്കാരം വരെ, ഈ സമയം വരെ ആവശ്യാനുസരണം അതിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള സമയം തുടക്കം മുതൽ, ഇന്നലെ രാവിലെ മുതൽ ആ ശ്രേഷ്ഠമായ സമയം പരിഗണിച്ചുകൊണ്ട് ഉലുഹിയ കർമ്മം നിർവഹിക്കുന്നു. അതെല്ലാവർക്കും വിതരണം ചെയ്യുന്നു. അതിൽ നിന്നും അല്പം ഭക്ഷിക്കുകയും ചെയ്യുന്നു. ആകെ കൂടി ഒഴിവുകൾ നൽകപ്പെട്ടത് ഒരാൾ ഉലുഹിയത്തിന് വാങ്ങിയ മൃഗം അതെങ്ങ് ഓടിപ്പോയി. അതിനന്വേഷിച്ച് നടക്കുകയാണ്. നടന്ന് അവസാനം കിട്ടിയത് ദുൽഹജ്ജ് 13 കഴിഞ്ഞിട്ട് 14-ായിരിക്കും. എങ്കിൽ അവനും ഉലുഹിയത്തിന്റെ പ്രതിഫലം കിട്ടും. അതിനന്വേഷിച്ച് അലഞ്ഞ് അവസാനം കിട്ടി. പിന്നെ അതിനർത്താൽ അവനും ആ പ്രതിഫലം കിട്ടും. അയാൾ അതിലായിട്ടാണ് ത്യാഗപ്പെട്ടുകൊണ്ടിരുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ മാർഗത്തിലായി ബലിയർപ്പിക്കുന്ന ഈ ഉലുഹിയ മൃഗത്തിലൂടെ വിശ്വാസികളിൽ നിന്നും ലക്ഷ്യമാക്കിയത് സമർപ്പണമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും വിലപിടിപ്പുള്ളതായി കാണുന്നൊരു വസ്തു, അതിനെ ദീനിന്റെ മാർഗത്തിൽ പടച്ചവന് കൊടുക്കാൻ പറയുമ്പോൾ അതിലെത്ര സന്നദ്ധതയുണ്ട് എന്ന് അറിയാനുള്ളൊരു പരിശോധനയാണ്. ആ പരിശോധനയിൽ നാം വിനിയോഗിക്കേണ്ടത് ആദമിന്റെ മക്കളായ ഹാബീലും ഖാബീലും ബലി കൊടുത്ത സന്ദർഭത്തിനെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്, നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വത്ലു അലൈഹിം നബഅ ബനി ആദമ ബിൽ ഹഖ് ഇദ് ഖറബാ ഖുർബാനൻ ഫതുഖബ്ബല മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ. 2 പേരോട് ബലി കൊടുക്കാൻ പറഞ്ഞു. ആദമിന്റെ മക്കൾ ഒരാള് മുന്തിയ തന്റെ വിഭവങ്ങളിൽപ്പെട്ട തന്റെ വരുമാനത്തിൽ പ്രധാനമായ ആടുകളുടെ കൂട്ടത്തിൽ ഒന്നിനെ എടുത്തു. ഒരാള് അദ്ദേഹത്തിന്റെ പ്രധാന വരുമാനമായി അദ്ദേഹം കണ്ടിരുന്ന ധാന്യവിളയിൽ നിന്നും ഏറ്റവും ലോ ക്വാളിറ്റി കുറഞ്ഞ സാധനവും എടുത്തു. ഇത് 2 കൊണ്ടുപോയി മലമുകളിൽ വെക്കപ്പെട്ടു. അള്ളാഹു സ്വീകരിച്ചത് മനസ്സുകൊണ്ട് ഏറ്റവും ധന്യത തോന്നി, ഏറ്റവും തൃപ്തിപ്പെട്ട, ഏറ്റവും മുന്തിയതിൽ നിന്നും കൊടുത്തതിനെ അള്ളാഹു സ്വീകരിച്ചു. അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ സ്വീകരിക്കപ്പെട്ട ആ ഉലുഹിയത്തിന്റെ കർമ്മം ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ ബലിയർപ്പിച്ചതിലൂടെ, അതിനുശേഷം ലോകാവസാനം വരെയും ആ ആടിനെയും നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ മറ്റു മൃഗങ്ങളെയൊക്കെ ചേർത്തുകൊണ്ട് ഇതിനെ ബലിയർപ്പിക്കാനൊക്കെ പറയുമ്പോൾ ഈ ബലികർമ്മം, ഈ ഉലുഹിയ കർമ്മം സത്യവിശ്വാസികളുടെ വിശുദ്ധ ദീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്, ഒരു ആരാധനയാണ്. ആ ആരാധന പെരുന്നാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമലായിട്ടാണ് വിശുദ്ധ ഇസ്ലാം എണ്ണിയത്. ആ ആരാധന കൂടി നിർവഹിക്കുമ്പോഴാണ്, ഉലുഹിയ കൂടി നിർവഹിക്കുമ്പോഴാണ് പെരുന്നാൾ പൂർത്തിയാവുക. എന്നാൽ ആ പെരുന്നാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമലാകുന്ന ഈ ഉലുഹിയത്തിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട്, അതിന്റെ മറയാക്കിക്കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റപ്പെട്ട ഒരു കാലത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഗോമാതാവ് എന്ന് പറഞ്ഞിട്ട് അവര് പറയാ. ഏത് ഗോമാതാവ്? എന്നു മുതലാണ് ഈ ഗോമാതാവ് വന്നത്? ഇങ്ങനെ ഒരു മാതാവുണ്ടോ? അടിസ്ഥാനപരമായി അവരുടെ മതവേദഗ്രന്ഥങ്ങൾ ഇങ്ങനെ ഒരു മാതാവിനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഈ മാതാവിനെ ഇന്നലകളിൽ എങ്ങനെയാണ് കണ്ടിരുന്നത്? നിഷ്പക്ഷമായി അവർ പറയുന്ന വിശ്വാസത്തിലെ വേദങ്ങൾ പരിശോധിച്ചാൽ വെറും രാഷ്ട്രീയത്തിനു വേണ്ടി തുച്ഛമായ വർഷങ്ങൾക്കിപ്പുറം മാത്രം തട്ടിക്കൂട്ടി ഉണ്ടാക്കപ്പെട്ട, നുണകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കപ്പെട്ട ഒരു രാഷ്ട്രീയ ആയുധം മാത്രമാണ് ഗോമാതാവ്. അതിനപ്പുറം അതിനൊന്നുമില്ല. ഈ പറയുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടെങ്കിൽ അത് സത്യസന്ധമായ വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ മീറ്റ് എക്സ്പോർട്ടേഴ്സ് ആര് എന്ന് ചോദിച്ചാൽ, വേൾഡ് ലാർജസ്റ്റ് മീറ്റ് എക്സ്പോർട്ടേഴ്സ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ 2ാമത്തെ രാജ്യം ഇന്ത്യയാണ്.
ലോകത്ത് ഏറ്റവും അധികം മീറ്റ് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്, ഒന്നാമത് ബ്രസീലാണ്. ബ്രസീൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം മീറ്റ് കയറ്റുമതി ചെയ്യപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യ. ഈ ഇന്ത്യയിൽ നിന്നും ഈ കയറ്റുമതി ചെയ്യപ്പെടുന്ന കമ്പനികളിൽ ഏറ്റവും മുൻനിര കമ്പനികളായി നിൽക്കപ്പെടുന്ന 6 കമ്പനികൾ, ആ 6 കമ്പനികളിൽ ഏറ്റവും മുമ്പ് നിൽക്കുന്ന കമ്പനികളിൽ പ്രധാനപ്പെട്ട കമ്പനികൾ ഈ ഗോ സംരക്ഷണം പറയുന്ന ആളുകളുടെ നേതൃത്വത്തിലുള്ളതാണ് എന്ന് പറയുമ്പോൾ എവിടെയാണ് ഗോമാതാവും ഗോ സംരക്ഷണവും? അറബികൾ, നമ്മിൽപ്പെട്ട പ്രവാസികൾ, പ്രവാസ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഏറ്റവും കൂടിയതെന്ന് കരുതി വാങ്ങിക്കഴിക്കുന്ന അൽ കബീർ. അൽ കബീർ നല്ല പേരാ. ഗൾഫിലുള്ളവനെ പറ്റിക്കാൻ അറബിയിൽ പേരിടും. പല ഉൽപ്പന്നങ്ങളുമുണ്ട്. ഈ നാട്ടിലും ലോകരാജ്യങ്ങളിലും ഇസ്ലാം വിരുദ്ധതയുടെ പ്രതീകങ്ങളായി പ്രവർത്തിക്കുന്നവർ അറബ് രാജ്യങ്ങളിൽ ഓരോന്ന് വിറ്റഴിക്കുന്നതിന് വേണ്ടി അറബികളെ പറ്റിക്കാൻ ഓരോ പേരിടും. ഇത് ഹലാല് എന്ന് പറഞ്ഞാണ് കയറ്റിവിടുക. ആ ഹലാല് എന്ന ബോർഡ് നോക്കി, സ്റ്റിക്കർ നോക്കി നമ്മൾ ആവോളം വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യും. എന്തായാലും അവരുടെ പരിശ്രമം അവർക്ക് തന്നെ വിനയായി മാറിയിരിക്കുന്നു. ഈ ഇന്ത്യയിൽ ഒരു ഗോവധത്തിലൂടെ അവർ തകർക്കുന്നത് അവരുടെ ഗോ സംരക്ഷണമോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു ലക്ഷ്യമോ അല്ല. ഇതിലൂടെ അവർ തകർക്കുന്നത് ഈ രാജ്യത്തിനെയാണ്. ഇന്ത്യയാണ് അവർ തകർക്കുക. ഒരു വർഷത്തിലെ വരുമാനത്തിൽ ഈ രാജ്യത്തിന്റെ സമ്പത്തിൽ 9 ലക്ഷം കോടിയോളം പ്രധാന വരുമാന മാർഗങ്ങളായി കാണുന്ന ഓരോ മേഖലകളും ബന്ധപ്പെട്ട് നിൽക്കുന്നു ഈ ഗോയുമായി, ഈ നാൽക്കാലികളുമായി. കാലി സമ്പത്തിൽ നിന്നും അതിന്റെ മാംസം, ആ മാംസത്തിന് ശേഷം അതെടുക്കുന്ന തോല്, ആ തോലിൽ നിന്നും ഉണ്ടാക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ, ഇതിന്റെ വ്യത്യസ്തമായ ഓരോന്നോരോന്ന് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കപ്പെടുന്ന പല ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെയായി ഇന്ത്യയുടെ വരുമാനത്തിലേക്ക് വരുന്നത് 8-9 ലക്ഷം കോടിയാണ് ഒരു വർഷം. ആ വരുമാനമാണ് തകരാൻ പോവുക. ഗോസംരക്ഷണം പറയുന്ന ആളുകളിലൂടെ കഴിഞ്ഞ ദിവസം മുംബൈയിലെ ബാന്ദ്രയിൽ ഉദഹയ്യത്തിന് വേണ്ടി സത്യവിശ്വാസികളായ ആളുകൾ ഒരുങ്ങുമ്പോ ബംഗാളിൽ നിന്നും തുടങ്ങി നാനാ ഭാഗങ്ങളിൽ അത് വ്യാപിച്ചു. എന്തിനും ആടിലേക്ക് തന്നെ നമ്മൾ പോകണം? ഒട്ടകമുണ്ട്, ആടുണ്ട്, മറ്റു പല മൃഗങ്ങളുമുണ്ട്. ലഭ്യമായതിൽ സൗകര്യപ്രദമായതിനെ വാങ്ങി അറുത്താൽ മതിയാകും. സാഹചര്യം അങ്ങനെയാണ്. അങ്ങനെ അത് വാങ്ങി അറുക്കുവാനുള്ള അറിയിപ്പ് വന്നു. ഉലമാക്കൾ അതിൽ ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ടു. ഉത്തരേന്ത്യയിൽ ബംഗാളിൽ നിന്ന് തുടങ്ങി NRCCI തുടങ്ങിയതും അവിടെ നിന്നായിരുന്നു. അതേപോലെ NRCCI തുടങ്ങിയതുപോലെ ഗോ സംരക്ഷണവും അവർക്ക് തന്നെ വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറും. അവരുടെ കമ്പനികളാണ് നഷ്ടത്തിലേക്കാകാൻ പോവുക. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സാധുക്കളായ അറബ് തൊഴിലാളികൾ വാങ്ങിക്കൊണ്ടുവരുന്ന വലിയ വാഹനത്തിൽ, വലിയ ലോറിയിൽ, ട്രക്കിൽ നിറയെ കൊണ്ടുവരുന്ന ഗോക്കൾ, പശുക്കളെ അല്ലെങ്കിൽ മാടുകളെ അതിനെ തടഞ്ഞു നിർത്തി അതിന്റെ ഡ്രൈവറെയും ക്ലീനറെയും അടിച്ചു കൊന്നിട്ട് പിന്നെ ഇത് എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അടിച്ചു കൊന്നു, ഡ്രൈവറെ കൊന്നു. 100-200 കാലികളെ കയറ്റി വന്ന വാഹനം തടഞ്ഞു നിർത്തി അതിന്റെ കൊണ്ടുവന്ന ഡ്രൈവറെയും ക്ലീനറെയും കൊന്നു. പിന്നെ ഇതിനെങ്ങോട്ട് കൊണ്ടുപോയി? ആ കൊണ്ടുപോയതിന്റെ പുറകെ പോകാൻ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയക്കാരനുമില്ല, മുസ്ലിം സമുദായത്തിലെയും ഇല്ല, ആരിലുമില്ല എന്നാ മനസ്സിലാവുക. ഞാനിത് 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷയം മനസ്സിലാക്കിയത് 10 വർഷം മുമ്പ് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പ്രബലരായ പല രാഷ്ട്രീയക്കാരോട് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഉത്തരേന്ത്യയിൽ പോയിട്ട് അൽ കബീർ, അറേബ്യൻ ഫ്രോസൻ, ഈ കമ്പനികളെല്ലാം ആരാ നടത്തുക? ഇതിന്റെ മേധാവികൾ ആരാണ്? ഈ ഗോസംരക്ഷണം പറയുന്ന ആളുകൾ ഈ അടിച്ചു കൊന്നിട്ട് സാധുക്കളിൽ നിന്ന് പിടിച്ചെടുത്തു കൊണ്ടുപോകുന്ന കാലികൾ എവിടെ കൊണ്ടുപോകുന്നു? ഇത് മുഴുവനും കൊണ്ടുപോക്കപ്പെടുന്നത് ഈ മേലാളന്മാരുടെ കമ്പനികളിലേക്ക്, ഈ ഗോസംരക്ഷണം പറയുന്നവന്റെ കമ്പനികളിലേക്ക്. അവിടെ കൊണ്ടു ചെന്നിട്ട് അതിനെ അറുത്തുരിച്ച് ഈ അമ്മമാരെ അറുത്തുരിച്ച് വിദേശത്തേക്ക് കയറ്റിവിടുകയാ. 5 പൈസയുടെ മുതൽ മുടക്കില്ലാതെ മുതൽ വാങ്ങാൻ നമ്മുടെ മുമ്പിലുള്ള ഓരോ കച്ചവടക്കാരുമുണ്ട്. ഏതൊരു ഉൽപ്പന്നവും മാർക്കറ്റിൽ പോയി വില കൊടുത്ത് വാങ്ങിയിട്ടാ ഉപയോഗിക്കുക, അല്ലെ? ഒരു ചെരുപ്പ് കച്ചവടക്കാരൻ 1 ലക്ഷം രൂപയുടെ ചെരുപ്പെടുത്തിട്ടാണ് അവർ 1.25 വിൽക്കുക. ഒരു തുണി കച്ചവടക്കാരൻ അങ്ങനെ തന്നെയാ, ഏത് കച്ചവടക്കാരും അങ്ങനെയാ. എന്നാൽ അൽ കബീറുകാരനെ പോലെയുള്ള ഈ നാട്ടിലെ മുൻനിര മീറ്റ് എക്സ്പോർട്ടേഴ്സ് മുതൽ മുടക്കില്ലാതെ കണ്ടെത്തിയ, അതേപോലെ അതിന്റെ മറവിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പിടിമുറുക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ ഏറ്റവും നീചമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം മാത്രമാണ് ഗോസംരക്ഷണം. നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. നമ്മുടെ പാർട്ടിക്കാരോട് പറയണം,
നമ്മളൊക്കെ ഇങ്ങനെ കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്നവരോട് പറയണം, ഇങ്ങനെ പറഞ്ഞാൽ പോരാ, നിങ്ങൾ വിചാരിച്ചാലും നടക്കൂല ഈ അൽ കബീറിന്റെ മുമ്പിൽ ഒരു സമരം നടത്താൻ. അത് ജനങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കി കൊടുക്കാൻ കഴിയുമല്ലോ. എന്തേ ചെയ്യാത്തത്? അവർക്കും രാഷ്ട്രീയം തന്നെ, അവർക്കും താൽക്കാലികമായ വോട്ട് മാത്രം അവർക്കും മതി, ഇല്ലാതെ ജനങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴാണ് അതിൽ നമ്മുടെ നാട്ടിൽ വെളിവും വെള്ളിയാഴ്ചവും ഇല്ല എന്ന് കരുതി നമ്മൾ വിചാരിച്ച ആളുകൾ, നമ്മളൊക്കെ വലിയ ബുദ്ധിമാന്മാരാണ്, തെക്കേ ഇന്ത്യക്കാരൊക്കെ വലിയ ബുദ്ധിമാന്മാരാണ്. നമ്മുടെ മുമ്പിൽ ഒരു വിവരവും ഇല്ലാത്ത നിരക്ഷര കുക്ഷിതരാണ് ബംഗാളികൾ. ആ ബംഗാളികളാണ് നമുക്ക് മാതൃകയായത്. ആ ബംഗാളി പറഞ്ഞു, നിങ്ങൾ എന്തിനാ അമ്മയെ കൊണ്ടുപോയി വിൽക്കാൻ പോവാ? നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ അമ്മയെ കൊണ്ടുപോയി ഇറക്കാൻ പോവുക? അതിനെ വീട്ടിൽ കൊണ്ടുപോയി പരിചരിക്കുന്നു, അതിനെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ബംഗാളി വരേണ്ടി വന്നു ഇന്ത്യക്കാരന് ബോധം ഉണ്ടാക്കാൻ. ഇന്ത്യ മുഴുവനും ആ ചിന്ത ഇട്ടുകൂടെ ബംഗാളി വരേണ്ടി വന്നു. ഏതായിരുന്നാലും ബംഗാളി വന്നപ്പോ അത് മറ്റ് സംസ്ഥാനങ്ങളിലെത്തി, മറ്റ് സംസ്ഥാനങ്ങളിലൂടെ വ്യാപിച്ചു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മാടിനെ തന്നെ അറുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ ആ മാടിനെ അറുത്ത് വിൽക്കപ്പെടുന്നതിൽ മതപരമായി വല്ല തെറ്റുമുണ്ടോ എന്ന് ചോദിച്ചാൽ പറയുന്നവരാണത് ആദ്യകാലത്ത് നിന്നിരുന്നത്. ഈ സംരക്ഷണം പറയുന്നവരുടെ വേദങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അവരുടെ പ്രധാനപ്പെട്ട ആളുകൾ, അവരുടെ പ്രധാനപ്പെട്ട ആരാധ്യ പുരുഷന്മാരായി കാണുന്ന ആളുകൾ, അവരുടെ ആഹാരത്തിലെ പ്രധാന ഡിഷ്, ആ ഡിഷിലെ പ്രധാന വിഭവമായിരുന്നു ഈ ഗോയും കാലികളും ഒക്കെ. പിന്നെ കുറെ ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്നും തലതിരിഞ്ഞു പോയി ചില ആളുകളുണ്ട്, മുസ്ലിം പേര് വെച്ച് നടക്കുന്നവർ. അവർക്ക് മൃഗസ്നേഹം വരുന്നത്, ജീവികളോടുള്ള കരുണ വരുന്നത് പെരുന്നാളാവുമ്പോൾ. അതുവരെ അവർക്ക് കുഴപ്പമൊന്നുമില്ല. അവരുടെ വാക്കിൽ എന്റെ പടച്ചവൻ രക്തദാഹിയല്ല എന്നവർ പറയും. ആ രക്തദാഹിയല്ല എന്ന് പറയുന്നവൻ ഇത് പറഞ്ഞ് സമരം ചെയ്തിട്ട് ആദ്യം പോയിട്ട് കഴിക്കുന്നത്, മുമ്പ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇതേ ആവശ്യം പറഞ്ഞിട്ട് ഒരു സമരം നടത്തി. സമരം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ഹോട്ടലിൽ കയറി സമരം നടത്തിയ നേതാവ് കഴിക്കുന്നത് ഇതേ ബീഫായിരുന്നു. നേതാവ് കഴിച്ചത് ബീഫ്. ഈ പറയുന്ന ആളുകൾ ഇത് തന്നെ, അവർ കഴിക്കുന്നത് ആയിരക്കണക്കായ ജീവനുകളെ ഹനിച്ചുകൊണ്ടാണ്. കോഴിക്ക് ജീവനില്ലേ? പക്ഷികൾക്ക് ജീവനില്ലേ? സസ്യലതാദികൾക്ക് ജീവനില്ലേ? ഈ പ്രകൃതിയിൽ ജീവനില്ലാത്ത ഏതാണുള്ളത്? ഏത് വസ്തുവാണുള്ളത്? നമുക്ക് മുമ്പിൽ വിളയപ്പെടുന്ന ഏതൊരു വസ്തുവിനും ജീവനുണ്ട്. ആ ജീവലോകം അതുണ്ടാക്കുന്നത് നമുക്ക് വേണ്ടിയാണോ? പശു പാല് ചുരത്തുന്നത് നമുക്ക് വേണ്ടിയാണോ? മോഷ്ടിച്ചല്ലേ? ഇവരുടെ പ്രധാന വിഭവമാണ് പാല്. ആ പാല് പശു ഉണ്ടാക്കുന്നത് നമുക്ക് തരാനാണോ? അതിന്റെ കുട്ടിക്ക് കൊടുക്കാനാ. ആ കുട്ടിയെ പിടിച്ച് കെട്ടിയിട്ടിട്ടാണ് നാം പശുവിൽ നിന്നും പാല് മോഷ്ടിച്ചുപയോഗിക്കുക. എന്തേ ഈ നീതിശാസ്ത്രം അവിടെ ഇല്ല? രാഷ്ട്രീയമാണ് ലക്ഷ്യം. ഈ ലക്ഷ്യം തിരിച്ചറിയാൻ ഇന്ത്യൻ സമൂഹത്തിന് കഴിയണം. ഏതായാലും ചെറിയ തോതിലെങ്കിലും കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹു തിരിച്ചറിവ് തരുമാറാകട്ടെ. ഉലുഹിയ കർമ്മം, ആ ഉലുഹിയ കർമ്മത്തിന്റെ ആരാധനാഭാവം മതങ്ങളെല്ലാം ബലികർമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ മതങ്ങളും ബലികർമ്മത്തിനെ ശ്രേഷ്ഠമായി കണ്ടിട്ടുണ്ട്. ഹൈന്ദവ, ക്രൈസ്തവ, ബുദ്ധ, ജൈന, സിഖ്, ബഹായി, സാമാൻ, സൗരാഷ്ട്ര മതങ്ങളിലെല്ലാം ബലികർമ്മമുണ്ട്. മനുഷ്യന്റെ ഉൽപ്പത്തി മുതലേ ഉണ്ട്. ബലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ വല്ലാതെ സ്വാധീനിക്കപ്പെട്ടു പോയ വിഭവങ്ങൾ, വസ്തുക്കൾ, ജീവജാലങ്ങളെ സൃഷ്ടാവിന്റെ മുമ്പിൽ ദൈവപ്രീതിക്ക് വേണ്ടി, കാരുണ്യവാനായ രക്ഷിതാവിന്റെ പ്രീതിക്ക് വേണ്ടി സമർപ്പിക്കുക എന്നതാണ്. ആ സമർപ്പണമാണ് നമ്മളുള്ളതെങ്കിൽ നമ്മളോട് പരിശുദ്ധ ഇസ്ലാം വേറെ ഒരു മതത്തിലും കാണില്ല. മൃഗദ്രോഹികൾ എന്നെല്ലാം പറയുന്ന നമ്മളോടെ, നമ്മെക്കുറിച്ച് പറയുമ്പോൾ നമ്മോട് മാത്രമാണ് നമ്മുടെ മതം പഠിപ്പിച്ചത്. വേറെ ഒരു മതത്തിലും ഞാൻ കാണുന്നില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മോട് പരിശുദ്ധ റസൂൽ ഈ മൃഗങ്ങളെ ബലി കൊടുക്കാൻ പഠിപ്പിച്ചപ്പോൾ, ഈ മൃഗങ്ങളെ നിങ്ങൾ ബലിയർപ്പിക്കാൻ പഠിപ്പിച്ചപ്പോ, അത് പഠിപ്പിച്ചതിന്റെ പ്രാധാന്യം പഠിപ്പിച്ച നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വചനം കൂടി ഈ ഗോ സംരക്ഷകർ പ്രത്യേകം കേൾക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ. എല്ലാ വസ്തുക്കളോടും നന്മ കാണിക്കുവാൻ, എല്ലാ വസ്തുക്കളോടും കരുണ കാണിക്കുവാൻ അല്ലാഹു നിജപ്പെടുത്തിയിരിക്കുന്നു എല്ലാ വസ്തുക്കളെയും. ഫഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല. നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഒരു ജീവിയെ നിങ്ങൾ കൊല്ലേണ്ടി വന്നാൽ അതിനെ ഏറ്റവും മാന്യമായ രൂപത്തിലായിരിക്കണം അതിനെ നിങ്ങൾ അതിന്റെ ജീവൻ നിങ്ങൾ എടുക്കേണ്ടത്. വഇദാ ദബഹ്തും ഫഅഹ്സിനു ദിബ്ഹ. നിങ്ങൾ അതിനെ അറുക്കുമ്പോൾ ഏറ്റവും മാന്യമായ, നിങ്ങൾക്ക് ആവശ്യമായ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ആയിരിക്കണം നിങ്ങൾ അതിനെ അറുക്കേണ്ടത്. വൽയുഹിദ് അഹദുകും ശഫറതഹു വൽയുരിഹ് ദബീഹതഹു. അറുക്കാൻ വേണ്ടി എടുക്കുന്ന കത്തി, ആ കത്തി എടുക്കുമ്പോൾ 4 വട്ടം നോക്കണം, നല്ല മൂർച്ചയുണ്ടോ. എന്തിനാ മൂർച്ചയുണ്ടോ നോക്കാൻ പറഞ്ഞത്? മൂർച്ചയില്ലാത്ത കത്തി എടുത്തു വെച്ച് ആ സാധുവിന്റെ കഴുത്തിലേക്ക് വെച്ച് അറുത്ത് 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 എത്ര അറുത്തിട്ട് മുറിയുന്നില്ല, പിന്നെയും പിന്നെയും പിന്നെ അറുക്കേണ്ടി വരുന്നൊരവസ്ഥ വെക്കരുത്. പിന്നെയും പിന്നെ ഇറക്കേണ്ടി വരലില്ല. ഒറ്റ അറുപ്പിൽ തന്നെ അതിന്റെ ജീവൻ നഷ്ടപ്പെടുന്ന രൂപത്തിൽ അതിന് ഒരുപാട് ബുദ്ധിമുട്ടിക്കാതെ അതിനെ അറുക്കണം. അതിന് പിടയ്ക്കാൻ അവസരം കൊടുക്കണം. അറുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൈകാലുകൾ അഴിച്ചുവിട്ട്
കൊടുക്കണം, അഴിച്ചുവിട്ടിട്ട് അതിന് പിടച്ചു മരിക്കാൻ അവസരം കൊടുക്കണം എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ദീനിന്റെ അനുയായികളാണ് നമ്മൾ. നമ്മളോട് കരുണ പഠിപ്പിക്കപ്പെട്ടതുപോലെ, ജീവജാലങ്ങളോട് കാരുണ്യത്തിന്റെ കരസ്പർശം തീർക്കാൻ പഠിപ്പിക്കപ്പെട്ടതുപോലെ ലോകത്ത് ഒരു മതസ്ഥരോടും അവരുടെ മതങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എന്നിടത്താണ് ഉദ്ഹിയ്യത്തിന്റെ, ബലികർമ്മത്തിന്റെ മാനവികതയും ബലികർമ്മത്തിന്റെ സാധൂകരണവും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു റബ്ബുൽ ആലമീൻ തിരിച്ചറിവ് നൽകട്ടെ. കാരുണ്യവാനായ റഹ്മാനായ റബ്ബിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കപ്പെട്ട മുഴുവൻ ഉലുഹിയത്തിനെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വരും ദിവസങ്ങളിലും ഒക്കെ നിർവഹിക്കുന്ന എല്ലാ കർമ്മങ്ങളെയും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമായ പ്രതിഫലം ആ ഉലുഹിയയിൽ പങ്കാളികളായ മുഴുവൻ ആളുകൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ.